DGPയെ കണ്ട് വ്യക്തിപരമായ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് തോക്കുസ്വാമി എന്ന ഹിമവൽ ഭദ്രാനന്ദ അന്നേ ദിവസം തിരുവനന്തപുരം നഗരത്തിലെത്തിയത്. DGP ഓഫീസിലേക്കുള്ള യാത്രാമധ്യേ വഴുതക്കാട്ട് ചില സുഹൃത്തുക്കളും പരിചയക്കാരായ മാധ്യമപ്രവർത്തകരും കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ വിശേഷമറിയാനാണ് സ്വാമി തെല്ലിട നിന്നത്. ഈ സമയം ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയെ പോലീസ് നിലത്തിട്ടുരുട്ടുകയായിരുന്നു. അതിനെല്ലാം ഹിമവൽ ഭദ്രാനന്ദ കാഴ്ചക്കാരനും സാക്ഷിയുമായി, അതും സുരക്ഷിതമായ അത്ര ദൂരം പാലിച്ചു നിന്ന്. ഇതിനിടെയാണ് ബഹളത്തിനിടയിൽ നിന്നും പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട SI താനെന്താ ഇവിടെയെന്ന് സ്വാമിയോട് അലറിയത്. DGPയെ കാണാൻ വന്നതെന്ന് സ്വാമിയുടെ അല്പം ധാർഷ്ട്യം നിറഞ്ഞ മറുപടിയിൽ കോപിതനായ SI സ്വാമിയെ തൂക്കിയെടുത്ത് ഒരു ജീപ്പിൽ കയറ്റി. ഇതാണ് സംഭവിച്ചതെന്നാണ് ദൃക്സാക്ഷികളുടെ വിവരണം. ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയെയും ഒപ്പം വന്നവരെയും കയറ്റിപ്പോയ വാനിനു പിന്നാലെ മറ്റൊരു ജീപ്പിലിട്ട് ഹിമവൽ ഭദ്രാനന്ദയെയും പോലീസ് അങ്ങനെ കൊണ്ടുപോയി. പിന്നീടാണ് സമരത്തിനുള്ളിൽ നുഴഞ്ഞുകയറ്റക്കാരുണ്ടെന്ന പോലീസ് ഭാഷ്യം പുറത്തുവരുന്നത്. നുഴഞ്ഞുകയറ്റക്കാരിൽ ഭീകരൻ ഹിമവൽ ഭദ്രാനന്ദ. ഒപ്പം നുഴഞ്ഞുകയറിയത് വിദ്യാഭ്യാസ പ്രവർത്തകനും SUCI നേതാവുമായ ഷാജിർ ഖാനും ഭാര്യ മിനി ഷാജിർ ഖാനും ശ്രീകുമാറും പൊതുപ്രവർത്തകൻ KM ഷാജഹാനും. ഈ 4 പേരും തോക്കുസ്വാമിയുടെ ഒപ്പം ചേർന്ന് ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ സമരം ഹൈജാക്ക് ചെയ്ത് DGP ഓഫീസിൽ വൻ അട്ടിമറിക്ക് ഗൂഢാലോചന നടത്തിയെന്നാണ് നിലവിൽ പോലീസിന്റെ വിശദീകരണം. അപ്രകാരമുള്ള കുറ്റത്തിന് ഇവർ ജയിലിലുമാണ്. തോക്കുസ്വാമി ഒഴിച്ച് മറ്റാരും നിലവിൽ ക്രിമിനൽ കേസുകളിലൊന്നും പ്രതികളായിട്ടില്ല. ഏതായാലും വഴിയിൽ നിന്ന് ഒപ്പിച്ചെടുത്ത തോക്കുസ്വാമി ഇപ്പോൾ കേരള പോലീസിന് വീണുകിട്ടിയ നിധി പോലെയാണെന്നാണ് വിമർശകരുടെ ആരോപണം. ഇതിനിടെ 4 പൊതുപ്രവർത്തകരെ ജയിലിലടച്ചതിൽ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരായ നിലപാട് സ്വീകരിച്ചതിന്റെ പ്രതികാരമായാണ് അറസ്റ്റ് ചെയ്തതെന്നാരോപിച്ച് KM ഷാജഹാന്റെ കുടുംബം രംഗത്തെത്തി. അമ്മയും ഭാര്യയും മക്കളുമാണ് ജയിലിന് മുന്നിലെത്തി പ്രതിഷേധിച്ചത്. കേസ് പിൻവലിച്ചില്ലെങ്കിൽ കുടുംബം ഒന്നടങ്കം സമരം ചെയ്യുമെന്ന് ഷാജഹാന്റെ അമ്മ തങ്കമ്മ പറഞ്ഞു. ലാവ്ലിൻ കേസിൽ അവൻ്റെ പ്രവർത്തനത്തിന് അതിനുള്ള ശിക്ഷ എന്നുള്ള ഇതിലേക്ക് ഒരു വിരോധം തീർക്കാൻ വേണ്ടി ഉള്ള അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാണ്. അല്ലാതെ അവന് യാതൊരു വിധത്തിലുള്ള ക്രിമിനൽ ഒഫൻസുമായിട്ട് ഇതില്ല. ദുരുദ്ദേശത്തോടു കൂടി ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ജാമ്യം കൊടുക്കാതെ ജയിലിൽ വെച്ചിരിക്കുകയാണ്. അതുകൂടാതെ ഇനി പോലീസ് കസ്റ്റഡിയിലാക്കുന്നതിനെ പറ്റി കേൾക്കുന്നുണ്ട്. പോലീസ് കസ്റ്റഡിയിലാക്കി ചോദ്യം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ എനിക്ക് തീരാത്ത ഭയമുണ്ട്. അത് വളരെ വളരെ ദുരുദ്ദേശത്തോടു കൂടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഷാജിർ ഖാന്റെയും ഭാര്യയുടെയും ശ്രീകുമാറിന്റെയും അറസ്റ്റിൽ SUCIയും പ്രതിഷേധത്തിലാണ്. മഹിജയ്ക്ക് നേരെയുണ്ടായ നടപടിയിലുള്ള ജനരോഷം മറയ്ക്കാൻ പോലീസ് ഉണ്ടാക്കുന്ന തിരക്കഥയുടെ ഇരകളാണ് ജയിലിൽ കഴിയുന്ന പൊതുപ്രവർത്തകരെന്നാണ് SUCIയുടെ ആരോപണം.